എടാ മോനെ റോണി. സെലിം മദാമ എപ്പോ എത്തി ഇംഗ്ലണ്ടിൽ നിന്ന്? കുറച്ച് സമയമായി. ഫ്ലൈറ്റ് ഒക്കെ എങ്ങനെയുണ്ടായി? കുഴപ്പമില്ല. പിന്നെ ലണ്ടനിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോഴാ കുറച്ച് സമാധാനമായി. എന്നാലും നീ യു കെ പോയിട്ട് 2 വർഷമായെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. എത്ര പെട്ടെന്നല്ലേ സമയമൊക്കെ പോണേ. അതെ, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവില്ല. ബട്ട് നൗ ഐ ആം റിയലി ഹാപ്പി. നീ ഭക്ഷണമെല്ലാം കഴിച്ചോ? ഞാൻ കഴിച്ചു. നിനക്കിന്ന് എന്താ പരിപാടി? ഇന്നേ ഞാനിന്ന് ഫുൾ ബിസിയാ. എനിക്കൊന്ന് ബാങ്കിൽ പോകണം. അത് കഴിഞ്ഞൊരു ജോലിയുടെ ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ വരുമ്പോൾ ഒരു രാത്രി 9 മണിയാവും. കുന്തം, ഇന്ന് നീ ഫുൾ ഫ്രീ ആയിക്കോണം. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റൂം എടുത്താലോ? അയ്യടാ, എന്നിട്ട് വേണം വന്ന ദിവസം തന്നെ വീട്ടുകാർ തിരിച്ച് പാക്ക് ചെയ്യാൻ. അതിനവരറിയില്ലല്ലോ, നമ്മളിതിനെ വെറുതെ പറയാൻ പോണേ. ആദ്യം ഞാൻ എൻ്റെ വീട്ടുകാരെ ഒന്ന് കൺകുളിർക്കെ കണ്ടോട്ടെ. പിക്ക് ചെയ്യാൻ വരാവോ? അതൊക്കെ ഞാൻ വരാം. ഊബർ ബുക്ക് ചെയ്യാനാണെങ്കിൽ എൻ്റെ 5ൻ്റെ പൈസ ഇല്ല. ഞാൻ ഒരു ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഒരു ജോലി രഹിതനാണ്. ഞാൻ വന്നോളാമേ. മാക്സിമം ഒരു അരമണിക്കൂർ. നീ റെഡിയായി നിന്നോണം. എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. എന്ത് ഇമ്പോർട്ടൻ്റ് കാര്യം? അതൊക്കെ നേരിട്ട് പറയാം. ശരി എന്നാ. ഓക്കെ, ഞാൻ എത്തിയേക്കാം. നിന്റെ ജോലിക്കാരി എന്തായി? വല്ലതും സെറ്റ് ആവുമല്ലോ അല്ലേ? ഈ അവിൽ മിൽക്ക് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സ്ട്രെസ്ലെസ് മൂഡുണ്ട്. ഓ, എന്താ സുഖം അല്ലേ? നിനക്കൊന്നുകൂടെ പറയട്ടെ? ഓ വേണ്ട, വേറെ അല്ലേ വേണ്ട, ഒരെണ്ണൂടെ പറയാം. പാക്ക് ചെയ്യാം, വീട്ടിൽ പോകുമ്പോൾ ബോറടിക്കുമ്പോൾ കഴിക്കാമല്ലോ. അതാകുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് വിഷമാവില്ല. പോരെ? നൈസ്. എന്നാൽ ഈ അവിൽ മിൽക്ക് സോറി, അല്ലേലും നിന്റെ ഒപ്പം അവിൽ മിൽക്ക് കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഓ, വേറെ ലെവൽ. മതി മതി, അധികം ഉരുളണ്ട. എന്നാ ഞാൻ കൗണ്ടറിൽ വെക്കാം. ശരി. എത്ര ഏട്ടാ? 170. പേഴ്സ്? നിന്റെ പേഴ്സ് എൻ്റെ കയ്യിലില്ലല്ലോ. എൻ്റെ അല്ല, നിന്റെ. ഓ, അതിനായിരുന്നു ഇത്ര ബിൽഡപ്പ്. അങ്ങനെ എൻ്റെ പേഴ്സ് നിന്റെ പേഴ്സ് എന്നൊക്കെ ഉണ്ടോ? നമ്മുടെ പേഴ്സ് അങ്ങനെ പറ. എന്നാട്ടാ? ഇപ്പം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പഴയ ഓർമ്മകളുടെ തിരമാല വന്നടിക്കുന്ന പോലെയുണ്ട്. കോളേജ് കഴിഞ്ഞ് നമ്മൾ എന്തോ പ്രാവശ്യം വൈകിട്ട് ഇവിടെ വന്നിരുന്നാണ്. നിനക്ക് ഓർമ്മയുണ്ടോ പണ്ടൊരിക്കല് നമ്മളിവിടെ വന്ന് കിസ് ചെയ്യണ സമയത്ത് ഒരു 2 പേര് വന്ന് നിന്നെ തല്ലിയതും ഞാൻ അവരെ ഇടിച്ചതും? ആ പ്രശ്നം വീട് വരെ എത്തി. ലാസ്റ്റ് നമ്മൾ കട്ടയ്ക്ക് നിന്നതുകൊണ്ടാ ഇന്ന് നമ്മൾ ഇവിടെ വരെ എത്തി. താങ്ക് ഗോഡ്. സത്യം, എന്ത് പെട്ടെന്നല്ലേ ജീവിതം മുന്നോട്ട് പോണേ. ശരിക്കും ഞാൻ ഇപ്പോഴും ആ കോളേജ് ടൈമിൽ തന്നെ ജീവിക്കണേ. സമയം കടന്നുപോയി എന്നൊക്കെ ഇപ്പം ആലോചിക്കുമ്പോഴാണ് മനസ്സിൽ വരണേ. അതെ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ,
ഇതിപ്പോഴും കിസ്സിങ്ങിന് പറ്റിയ സ്പോട്ടാണല്ലേ? അയ്യടാ, ആ അരി ഇപ്പം വേവില്ല. സാധാരണ ഗേൾ ഫ്രണ്ട്സ് ഇംഗ്ലണ്ടിൽ നിന്ന് വരുമ്പോൾ കാമുകന്മാർ അത് വേണം ഇത് വേണം അത് വാങ്ങിച്ചരണം ഇത് വാങ്ങിച്ചരണം എന്നൊക്കെയാ പറയാറ്. ഞാനാകെ ചോദിച്ച് ഒരു കിസ്സല്ലേ? കിസ് ചെയ്യാനേ കുറേ സമയമുണ്ട്. ഞാനിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, കുറച്ച് സംസാരിക്കേ. അല്ലെങ്കിൽ ഈ ബോയ്സ് എങ്ങനെയാ? ഏത് വോയിസ്? ഞാൻ ജനറലി പറഞ്ഞതാ, പൊട്ട. രണ്ടു വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ആകെ വിഷമം വരുന്നു. എനിക്ക് ജോലിയും കൂലിയില്ലാതെ ഓർത്തിട്ടാണോ? തേങ്ങാക്കോല. പിന്നെ പേരൻസ് ആർ ഗെറ്റിംഗ് ഓൾഡ്. എനിക്ക് വേണ്ടി അവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ നോ എല്ലാവരുടെ പേരൻസും അങ്ങനെ ആയിരിക്കും. പക്ഷെ എനിക്ക് അവരെ പിരിഞ്ഞ് പോകണ്ട. കേൾക്കുമ്പോൾ മണ്ടത്തരായിട്ട് തോന്നും. ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എനിക്ക് വേറൊരു നാട്ടിലെ സെക്കൻഡ് സിറ്റിസണായി മതിയായി. എനിക്കിവിടം വിട്ട് പോകണ്ട, നിന്നെയും. അല്ല, നീ എന്തോ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്? അത് നമ്മുടെ കൂടെ പഠിച്ചവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു, കുട്ടികളും ആയി. കുട്ടികളാ? ആരുടെ? കല്യാണം കഴിഞ്ഞില്ലേ, അപ്പം കൊച്ചുങ്ങളും ആയിക്കോളും. ഓ, പറയുന്ന കേക്ക്. നമ്മുടെ കാര്യം എങ്ങനെയാ? ബെസ്റ്റ്. ഈ ജോലി ഇല്ലാത്ത ഞാൻ കല്യാണത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാനാ? ജോലി നീ നോക്കാത്തോണ്ടല്ലോ, കിട്ടാത്തോണ്ടല്ലേ. അതൊന്നും ഓർത്താനാ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ജോലി ഒരു മാനദണ്ഡമാണോ കല്യാണം കഴിക്കാൻ? എനിക്ക് വേണ്ടതൊരു പെർഫെക്റ്റ് കമ്പാനിയനെയാണ്. ആൻഡ് ഐ ബിലീവ് യു ആർ ദ പെർഫെക്റ്റ് കമ്പാനിയൻ. കൊള്ളാം. അതിൽ ആ ഇംഗ്ലീഷ് ആക്സെൻറ്റ് കൊള്ളാം. എന്തായാലും ഇംഗ്ലണ്ടിൽ പോയത് വെറുതെ ആയില്ല. അപ്പോൾ ശരിയെന്നാ, നീ വിട്ടോ, നാളെ കാണാം. നാളത്തെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇന്നത്തെ കാര്യം പറ. ഇന്നെന്താ സ്പെഷ്യാലിറ്റി? ഇന്നത്തെ സ്പെഷ്യാലിറ്റി നീ വന്ന ദിവസം. ഈ തലയിൽ വേറെ ഒന്നുമില്ല? വേറെ ഇപ്പോൾ നിന്റെ ബർത്ത്ഡേ. മണ്ണാങ്കട്ട. ആ, നമ്മൾ ആദ്യമായിട്ട് കിസ് അടിച്ച ദിവസം. കൊച്ചികളിയല്ലോ, ഓർത്തിരിക്കാല്ലേ? ഉണ്ടംപുരി. എന്നാ നീ തന്നെ പറ. നമ്മൾ തമ്മിൽ റിലേഷനായിട്ട് 8 വർഷമായി. നമ്മുടെ 8th ആനിവേഴ്സറി ആണ്. യെസ്, ഞാൻ മറന്നുപോയി, സോറി. ശരി, എന്നാ ഞാൻ പോട്ടെ. അല്ല, ഒരു മിനിറ്റ്, നീ ഒന്ന് ഇറങ്ങി, ഒരു കാര്യം പറയാണ്. ഇറങ്ങ്. അങ്ങനെ പോയാലെങ്ങനെയാ? പിന്നെങ്ങനെ പോണം? പിന്നെ ഈ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് പോണം. അപ്പൊ ഓർമ്മയുണ്ട്. എന്തായിരുന്നു ആക്ടിങ്? നീ ആരാ, ഭാരത് ഗോപിയോ? ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. നീ പറഞ്ഞ പോലെ ഇനി നമ്മൾ മാത്രമേ കെട്ടാൻ ബാക്കിയുള്ളൂ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. അല്ല, ഞാൻ റെഡിയാണ്. എങ്ങനെ? കേട്ടില്ല. അല്ല, കെട്ടാൻ ഞാൻ റെഡിയാണ്, നീ ഓക്കെ ആണെങ്കിൽ. ഓഹോ. ആ. സോ എടാ പൊട്ട പറ. ആ, സോറി. Will you marry me?